നമസ്കാരം. ഇന്ന് നമ്മൾ പുറത്തുപോയി കഴിക്കുന്ന കോളിഫ്ലവർ ഫ്രൈയുടെ അതേ റെസിപ്പി വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതാണ്. കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അത് തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് നമുക്ക് നന്നായി വേവിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അധികം വേവിക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നേരം ഒന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് വെന്ത് വരട്ടെ. മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മസാല തയ്യാറാക്കാം. അതിൽ 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി, 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ഇതും കൂടെ ഇട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം. ഗരം മസാല, കുരുമുളക് പൊടി, വലിയ ജീരകം എന്നിവ ചേർക്കുക. അതിലേക്ക് കാശ്മീരി ചില്ലി 3 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ആവശ്യമായ ഉപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേവിച്ച് വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മസാലയ്ക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വറുത്ത് കോരിയെടുക്കുക. എണ്ണയിലേക്ക് നമുക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. മസാലയും ഡിപ്പ് ചെയ്ത് ഓരോന്നായി ഇട്ട് കൊടുക്കുക. ഒരു സൈഡും മൊരിഞ്ഞതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക. മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം വറുത്ത് കോരാം. ഫ്ലേവർ കിട്ടാൻ വേണ്ടി കുറച്ച് കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. വറുത്ത് കോരാം. ടേസ്റ്റിയായ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.